ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവർക്കും ഉണ്ടല്ലോ ചതയം ദിനാശംസകൾ. അതുകൊണ്ടാണ് ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയൊക്കെ അല്ലേ, പുലിക്കളി കാണാൻ പോണ ദിവസമല്ലേ ഇന്ന്. അതുകൊണ്ട് അങ്ങനെ മഞ്ഞൊക്കെ ഇട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഇതും മഞ്ഞ, കറക്റ്റ് ദിവസമോ വീഡിയോ ചെയ്യാൻ. പിന്നെ കുറേ ആൾക്കാർ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഈ സാധനം അടിക്കണതിൻ്റെ വരുന്ന അസുഖങ്ങളെക്കുറിച്ച് കൂടി ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഞാൻ ഈ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കഴിക്കണത് ശരീരത്തിന് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണെങ്കിലേ ഈ നിമിഷം നിർത്തിക്കോട്ടാ. ഈ സാധനം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം നമ്മൾ പഠിച്ചിട്ടില്ലല്ലേ. എങ്ങാനും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലോ, നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു മക്കളില്ലേ, അവരോട് ചോദിച്ച് നോക്കുക എന്തെന്ന് ഈ ആൽക്കഹോൾ കഴിക്കണം നല്ലതാണോ എന്ന്. അപ്പോൾ കുഞ്ഞു പിള്ളേർ പറയും ആൽക്കഹോൾ കഴിക്കണം നല്ലതല്ല എന്ന്. അതുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ച് കുടിക്കുന്നുണ്ടെങ്കിൽ കുടി നിർത്തിക്കോട്ടെ. ഞാനത് എൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കുടിക്കണം. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ ആളല്ല. കാരണം അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടൊക്കെ ചെയ്യണം. എനിക്കിത് വൈകുന്നേരം ആവുക, വെള്ളിയാഴ്ചകളിൽ എന്താ പറയുക, ഓരോന്നടിക്കുക, ടി വിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക, എൻജോയ് ചെയ്യുക. ഇതാണ് എൻ്റെ ലൈഫ്. മറ്റേതൊക്കെ എന്തായാലും ജനിച്ചു കഴിഞ്ഞ ഒരു ദിവസം മരിക്കും. മരിക്കും കണ്ട് മരിച്ചോട്ടെ എങ്ങനെയെങ്കിലും. അപ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പം ഉണ്ടല്ലോ ഇവിടെ അതെ ചിക്കൻ, മുട്ട, പിന്നെ ദേ ഇവിടെ കുറച്ച് സൂപ്പ് വെച്ചതിൻ്റെ മട്ടൻ കുറച്ചിരിക്കുന്നുണ്ട്. ഈ സാധനം ഞാനിത് 2-3 കഴിച്ചു. 2-3 3-4 പെഗ്ഗല്ല, 2-3 കുപ്പി വാങ്ങിച്ച് ഞങ്ങൾ പിള്ളേരൊക്കെ ആൾക്കാരൊക്കെ കൂടി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഈ സാധനം നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ ഒരു സാധനമുണ്ട്. ഈ സാധനം ആൾക്കാർ പറയുന്നുണ്ട് ഇത് കുറച്ച് വില കൂടുതലാണ്, ആപ്പിൾട്ടനൊക്കെ ഇതിൽ വില കുറഞ്ഞ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ ന്യൂസിലൻഡിലുള്ള ആൾക്കാരുടെ അടുത്ത് പറയണം കേട്ടോ. ആപ്പിൾട്ടനും ഇതും ആയിട്ട് കമ്പാരിസൺ പോലും ചെയ്യാൻ പറ്റില്ല. ആപ്പിൾട്ടൻ്റെ ഒക്കെ ഭയങ്കര മുകളിൽ നിൽക്കുന്ന സാധനമാണ് ഈ ബൂംബാങ് റമ്മ്. പിന്നെ വേറൊരു കാര്യം, എനിക്കിത് കുടിച്ചപ്പോൾ മൗണ്ട് ഗേ എക്സോ ഇല്ലേ, ഇത് 2 ഗ്ലാസ്സിൽ ഈ കുപ്പി 2 മാറ്റി വെച്ച് 2 ഗ്ലാസ്സിൽ ഓരോരുത്തർക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ച് പരിചയമൊന്നുമില്ലാത്തവർക്ക് മനസ്സിലാവില്ല ഇതും അതും രണ്ടാണെന്ന്. എന്നാൽ ഇത് മൗണ്ട് ഗേ എക്സോടെ ഒപ്പം നിൽക്കുന്ന സാധനമല്ല. ഞാൻ അങ്ങനെ കുടിച്ച് എനിക്കിങ്ങനെ ടേസ്റ്റ് നോക്കി ഇഷ്ടപ്പെട്ട് കുടിക്കണ കാരണം എനിക്കറിയാം മൗണ്ട് ഗേ കഴിക്കുമ്പോഴും ഇത് കഴിക്കുമ്പോഴും വ്യത്യാസം. പക്ഷേ സാധാരണ ഒരാൾ കഴിക്കുമ്പോൾ വ്യത്യാസം അറിയില്ല. മൗണ്ട് ഗേ എക്സോയ്ക്ക് 700 മില്ലി ലിറ്ററിൻ്റെ ബോട്ടിലിന് വില ന്യൂസിലൻഡ് ഡോളർ $120. അത് വെച്ച് നോക്കുമ്പോണ്ടല്ലോ ഇത് ഒരു മലയാളി, എനിക്ക് രോമാഞ്ചോ പറയുമ്പോൾ, അതും ന്യൂസിലാൻഡിലുള്ളൊരു മലയാളി ഇതിങ്ങനൊരു സംഭവം, ഇത് ഒരു ദിവസം പോയിട്ട് പിറ്റേ ദിവസം കുപ്പിയിൽ കലക്കിയിട്ട് സാധനം വെക്കാൻ പറ്റില്ല. ഇതിൻ്റെ പുറകിൽ കുറേ പണിയെടുക്കണം. അങ്ങനെ ഒരു മലയാളി ഇത് ചെയ്ത് ഇത് മാർക്കറ്റിൽ ഇറക്കിയിട്ട് ഇത് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കൂറ സാധനമാണോ ഇറക്കുക. പക്ഷേ വെടിച്ചില് സാധനം, സ്വയംബൻ സാധനം റമ്മ്. ഞാൻ കഴിച്ച കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചവർ ഇത് റമ്മാണെന്ന് പോലും മനസ്സിലായില്ല. ആൾക്കാർ വിസ്കിയാണെന്ന് വിചാരിച്ച്, അത്രയും ഫ്ലേവർഫുള്ളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം ഒന്ന് കഴിച്ച് നോക്കാം. ഞാനിത് കുറച്ചൊന്ന് പൊട്ടിച്ച് വെച്ചിരിക്കുക, കാരണം ഇത് നല്ല കറക്റ്റായിട്ട് സീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് പൊട്ടിക്കാൻ സമയമെടുക്കും കുറച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ ആ പ്ലാസ്റ്റിക് മാത്രം ഇട്ടാൽ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ സാധനം കൂടെ പൊട്ടിച്ചിട്ട് ഇത് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു നമുക്ക് ഫ്രഷ്നെസ് തരുന്നൊരു മണമുണ്ട്. നല്ല എന്താ പറയുക, എനിക്ക് ഇതിൽ തോന്നുന്നത് പൈനാപ്പിളിൻ്റെ ചെറിയൊരു മണം വരുന്നുണ്ട്, അതുപോലെ വനിലയുടെ ഒരു മണം വരുന്നുണ്ട്, പിന്നെ ഷെറിയുടെ ഒരു മണം വരുന്നുണ്ട്. എനിക്കിത് ഫസ്റ്റ് കിട്ടണത് ഇതാണ്. പിന്നെ ഈ ഉണക്കമുന്തിരി ഇല്ലേ, അതിൻ്റെയൊക്കെ മണമാണ് എനിക്ക് വരുന്നത്. എല്ലാവർക്കും പല ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ മണം വരിക. ഇതൊന്നും ഇതിട്ടിട്ട് ഉണ്ടാക്കണതല്ല. ഇത് ഈ മൊളാസിസ് എന്ന് പറഞ്ഞ സാധനമില്ലേ, ഈ കരിമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന പഞ്ചസാരയൊക്കെ ഉണ്ടാക്കണതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാം. അത് ഏജ് ചെയ്യുമ്പോൾ പല ഫ്ലേവേഴ്സ് പല ആൾക്കാർക്ക് കിട്ടണത്. അല്ലാണ്ട് ഇത് പൈനാപ്പിൾ ഇട്ടിട്ടും മറ്റേതിട്ടും വാറ്റി എടുത്തിട്ട് ഉണ്ടാവണ മണമല്ല ഇത്, ഞാൻ അറിഞ്ഞിടത്തോളം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെപ്പോഴും കഴിക്കാറുള്ള പോലെ ഒരു പാലറ്റ് ടെസ്റ്റ് ഒരു 15 എടുത്തിട്ട്, എൻ്റെ കുപ്പിയൊക്കെ തന്നെ ഉണ്ടല്ലോ, കയ്യിൽ 2 കണ്ട് പിടിക്കണം, നല്ല കനോ. ഓക്കെ, ഒരു 15 എടുക്കുക. എന്നിട്ട് ഇതുപോലെ എപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ കൂർത്തിട്ടുള്ള ഗ്ലാസ് ആണെങ്കിലുള്ള ഗുണമെന്നറിയോ, മണം ഇങ്ങനെ കറക്റ്റ് മൂക്കിനുള്ളിലേക്ക് വരും.
ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോഴാണ് ഷെറിയുടെ മണം കറക്റ്റ് വരുന്നത് കേട്ടോ. അതിന് മുൻപ് ഇതിൽ കുടിക്കുമ്പോൾ ഷെറിയുടെ മണം അതിൽ മണക്കുമ്പോൾ കുപ്പിയിൽ നിന്ന് മണക്കുമ്പോൾ ഷെറിയുടെ മണം ചെറുതായിട്ടേ കിട്ടുള്ളൂ. പക്ഷേ ഇത് മണക്കുമ്പോൾ ഒന്ന് ആട്ടിയിട്ട് മണക്കുമ്പോൾ നമുക്ക് ആ ഷെറിയുടെ സ്മെല്ല് കിട്ടും, ആ വുഡിൻ്റെ. റമ്മൊന്നും ഇങ്ങനെ മണക്കാൻ പറ്റില്ല, പക്ഷേ ഇത് പറ്റും കേട്ടോ. ഇത് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധനം. ഒരു മൗത്ത് ഫുൾനെസ്സാണ്, അല്ലാണ്ട് ചുമയുടെ മരുന്ന് അല്ല റമ്മ്. നമ്മൾ ഈ ബാർബഡോസ് റംസ് കഴിക്കുമ്പോൾ നമുക്കത് അറിയാം. ബാർബഡോസ് റംസിന് വൈഡ് റേഞ്ച് ഫ്ലേവേഴ്സ് ഉണ്ട്. അത് വില കുറഞ്ഞത് മുതൽ വില കൂടിയത് വരെ കഴിക്കുമ്പോൾ അവരത് ശരിക്കും എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. ഞാൻ ഈ റമ്മ് കഴിച്ചു തുടങ്ങിയത് ആപ്പിൾട്ടൺ ആണ് ആദ്യം കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൗണ്ട് ഗേ കഴിച്ചത്. മൗണ്ട് ഗേ കഴിച്ചതോടുകൂടി ഞാൻ ആപ്പിൾട്ടൺ പിന്നെ നിർത്തി, പിന്നെ ആ സാധനം കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ റമ്മുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് വരിക ഏതാ നല്ലതെന്ന്. പിന്നെ റമ്മിനൊരു പ്രത്യേകത, പിറ്റേ ദിവസം ഒരു ഹാങ് ഓവർ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഒരു മയത്തി കഴിച്ചാട്ടാ, ഒരു 4 എണ്ണമൊക്കെ കഴിച്ച് 4 എണ്ണത്തിൻ്റെ മുകളിലൊക്കെ വീണ്ടും കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഹാങ് ഓവറൊക്കെ ഉണ്ട്. അതിപ്പോൾ എത്ര നല്ല സാധനം കഴിച്ചാലും. അപ്പോൾ എനിവേയ്സ്, കുറച്ച് ഇതെടുത്തിട്ടുണ്ടല്ലോ, ഒരു സ്വല്പം ഇതെടുത്ത് വാഴയുടെ ടേസ്റ്റ് മാറാൻ. ഓക്കെ, നമുക്കൊരു 30 എടുത്തിട്ട് ഒരു 2 ഐസ്, ഒരു 2 ഐസ് ക്യൂബ് എടുത്ത് ഒരു 30 കൂടെ എടുത്തിട്ട്, കനമുണ്ടെന്നേ കുപ്പിക്ക്, അതുകൊണ്ടാണ് 30 എടുക്കുക. 30 അല്ല, ഒരു 45 എടുക്കാം. ഇപ്പോൾ വെള്ളിയാഴ്ചയിലെന്ന് കുഴപ്പമില്ല. അപ്പോൾ 2 30 അല്ലേ, അവിടെ കേട്ടാ. ഇത്രയും ഞാൻ കഴിക്കുള്ളൂ കേട്ടോ, ഇത്ര കഴിച്ചാൽ മതി. ഓക്കെ, ഈ സാധനം അവിടെ ഇരുന്ന് ഇതാവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചതയൊക്കെ ആയിട്ട് പുലിക്കളിയും കാര്യങ്ങളൊക്കെ അല്ലേ നാട്ടിൽ വരുന്നത്. പിന്നെ ഈ വീക്കെൻഡൊക്കെ നമുക്ക് ഇവിടെ ഉത്സവങ്ങളാണ്, ധ്യാൻ വരുന്നുണ്ട്, ചെറിയ തോതിലൊരു ഫ്രണ്ട്ലി വടംവലി ഉണ്ട്, അങ്ങനെ പല പരിപാടികളുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഉണ്ടല്ലോ, ഈ സാധനം ഒന്ന് ഇവിടെ ഇരുന്ന് തിരിഞ്ഞ് ഒന്നിത്തിരി ഒന്ന് ഐസ് ഒന്ന് ഇതാക്കട്ടെ. എന്തല്ലേ തിരിയുമ്പോൾ ഒരു രസം. എൻ്റെ കളർ തന്നെ കണ്ട, സാധാരണ റമ്മൊക്കെ ഭയങ്കര ഡാർക്ക് റമ്മല്ലേ, ഇത് ഒരു ഗോൾഡൻ, കുറച്ചും കൂടി എന്താ പറയുക, കടുപ്പുള്ള ഗോൾഡൻ കളറാണ്. എന്തായാലും ബൂംബാങ് സാധനം പൊളിച്ചു. ഇറക്കിയത് ആരും പറയില്ല സ്റ്റാൻഡേർഡ് കുറഞ്ഞ സാധനമാണെന്ന്. ആ കുപ്പിക്കും ആ അഴകിനും എന്താ പറയുക, മലയാളികൾക്ക് അഭിമാനിക്കാം ഈ സാധനം, അത്രയും നല്ല സാധനം. അപ്പോൾ ഈ സാധനം കുറച്ചെടുക്കുക. രസം കേട്ടോ, ആ ഐസ് ഇടുമ്പോഴേ ഓൺ ദ റോക്സ് അടിക്കുമ്പോൾ ചെറുതായിട്ട് വെള്ളം മിക്സ് ആകുമ്പോൾ അതിലത്തെ ആരോമ ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരും. അത് നമുക്കറിയാം. ഇത് ശരിക്കും പറയണം കണ്ടല്ലോ, എന്നെപ്പോലെയുള്ള മദ്യം കഴിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഓരോന്നിരുന്ന് അടിക്കുക, ടി വിയൊക്കെ വെച്ച് ഇരുന്ന് ഒരു 2 എണ്ണമോ 3 എണ്ണമോ ഒക്കെ ഒരു 2 മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിൽ കഴിക്കുക. അതിങ്ങനെ ഈ ഒരു ഐസ് ഇതിലിടുന്ന ഈ 2 ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ, ഈ 2 അലിഞ്ഞ് തീരണ വരെ തിരിച്ച് സിപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു 2-3 മണിക്കൂറും നല്ല മൂഡിലങ്ങനെ ഇരിക്കും, ഒരു സിനിമയൊക്കെ കണ്ടു കഴിയണവരെ. എനിക്കങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. എനിക്കല്ലാണ്ട് പടപടാന്ന് അടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ മുട്ടയുണ്ട്, കോഴിയുണ്ട്, നമ്മുടെ മട്ടൻ സൂപ്പിൽ ഇട്ട് വേവിച്ചതിൻ്റെ ഇതുണ്ട്. ഇതും കൂട്ടി ആഘോഷിക്കലാണ്. ന്യൂസിലാൻഡിൽ 4 ഓണം, ന്യൂസിലാൻഡിലെ ചതയൊക്കെ. അപ്പോൾ മക്കളെ, നിങ്ങൾ അടിച്ച് പൊളിക്ക്. മദ്യം ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ ഞാനിന്ന് രാത്രി ഒരെണ്ണം കൂടി അടിച്ചൊന്ന് എൻജോയ് ചെയ്തിരിക്കട്ടെ. അപ്പോൾ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ. ഇത് കഴിഞ്ഞിട്ട് മറ്റേ ബൂം ബാങ് എന്ന് പറയണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ പറ്റൂ. അപ്പോൾ ഓക്കെ, ബൈ.